ഹലോ വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളി മീൻ പൊള്ളിച്ചതും നല്ല മീൻ മുളകിട്ടതും അപ്പവും ചപ്പാത്തിയും ഒക്കെയാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളൊരു ട്രാവലിലാണ്. അപ്പോൾ ഇതേ ഞങ്ങളുടെ ട്രാവൽ ഒരു വ്ളോഗായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതേ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളിത് നേരെ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഞങ്ങൾ നേരെ കുമളിയിലോട്ട് പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ്. ഞങ്ങൾ ഫുൾ ബ്ലോക്കിൽ കുടുങ്ങിയ ഗൈസ്. ഇത്രയും ദൂരം ബ്ലോക്കാണ്. ഇതെവിടെ സ്ഥലം? ആയൂർ. പറ. ആയൂർ തൊട്ട് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. എവിടം വരെയാണെന്ന് അറിയില്ല. ഞങ്ങളുടെ ട്രാവൽ പകുതി വഴിയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ എരുമേലി വഴിയായിരുന്നു പോയിണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ഈ സ്വാമിമാർ മല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതേ അവിടുന്ന് സ്വാമിമാർ ഇങ്ങനെ പേട്ടത്തുള്ളുന്നതും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ക്രൗഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു തേയില എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അടിപൊളി റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആംബിയൻസും അതിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫുഡും നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് തേയില എന്നാണ്. നല്ല നല്ല ഭംഗിയാണ് കാണാൻ. നൈറ്റ് നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം എത്താറായി. അത് കുമളിയിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങളിത് തണുപ്പത്തിങ്ങനെ ഇറങ്ങി നിന്ന്. പക്ഷെ അവിടുത്തെ കാറ്റും നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിത് നേരെ നമ്മളെ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. ഏലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു നൈറ്റ് ഒരു വ്യൂ ആണ് ഏലത്തിൻ്റെ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമുക്കൊരു ഹോംലി ഫീല് തരുന്ന നല്ലൊരു വില്ല പോലെയായിരുന്നു അത് സെറ്റ് ചെയ്തേക്കുന്നത്. 2 വില്ലയാണുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ ഒരു ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ശരിക്കും ഈ റിസോർട്ടിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഏലത്തിൻ്റെ നടുക്കാണ്. ഈ ഏലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ റിസോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ. നല്ല ആംബിയൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇത് രാവിലെയുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല കാറ്റാണ് അവിടെ. 24 hours കാറ്റെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. നല്ല ഭയങ്കര രസം. ഈ പരുന്തുംപാറ എന്നൊക്കെ പറയുന്ന സ്ഥലം ഇവിടുന്ന് തൊട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ എന്താ പറയുക, അവിടെ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. മൂന്നാർ നമ്മൾ മൂന്നാർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. മോർണിംഗ് ടൈമിലൊക്കെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പിറ്റേത്തെ ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നോർമൽ തേയിലയിലോട്ട് തന്നെ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ചട്ടിച്ചോറും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാ ഐറ്റവും ഉള്ളൊരു ചട്ടിച്ചോറായിരുന്നു. ഒരുത്തനങ്ങളുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. അഭിനന്ദിച്ചേക്കാം. തീരുമ്പ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത.
അപ്പോൾ ഇത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ മീനൊക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിൽ മേടിച്ച് കൊണ്ടുപോകും, അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ, അതുപോലെ നല്ല മീൻ കറി എല്ലാം നല്ലതായിരുന്നു. പിന്നെ രാത്രി ഇത് നമുക്ക് അവിടെ ഗ്രില്ല് ചെയ്യാനൊക്കെയുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ടുപോയ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി ഇത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ആ ഒരു നൈറ്റ് വൈബും ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞങ്ങൾ കണ്ണിലൊരു സാധനം വന്നു. ഈ ഒരു ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ പേരറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊള്ളികളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച പോലെ ഒരു ജീവിയായിരുന്നു. പിന്നെ ഇത് മോർണിംഗ് വൈബാണ് കേട്ടോ. മോർണിംഗത്തെ ഒരു ആംബിയൻസ് ആണ് അവിടുത്തെ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കാറ്റാണ് അവിടെ. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കാറ്റാട്ടോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഭയങ്കര കാറ്റൊക്കെ വരും. നല്ല രസമായിരുന്നു കേട്ടോ. ഈ തേയിലകളൊക്കെ ഇങ്ങനെ ഇളകുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റിൽ, ഇത് ന്യൂ ഇയറിന് അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നൈറ്റിലാണെങ്കിൽ കുറച്ചും കൂടെ കാറ്റ് കുറയും, പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ നെക്സ്റ്റ് വില്ലയിൽ കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതേ അവിടെ ഇങ്ങനെ ഈ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ 12 o'clock അത് ഒക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ നൈറ്റാണിത്. അപ്പോൾ ഇത് അന്ന് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർ ഇത് ചെയ്യുന്നതൊക്കെ കണ്ടു നിന്നു. അപ്പം നമ്മുടെ ഒരു ന്യൂ ഇയർ ആഘോഷം ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളെല്ലാവരും ന്യൂ ഇയർ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം 2025 വലിയൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, അതിനെല്ലാവർക്കും സോറി. കാരണം ഞങ്ങൾ എഡിറ്റ് ചെയ്തും ഒക്കെ വരാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. ഒരു വലിയൊരു ബിഗ് ഇയർ ആവട്ടെ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ വിഷ് ചെയ്യുന്നു, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.